ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു ജനതയാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. മാനസികം, ശാരീരികം, ദാമ്പത്തികം, സാമ്പത്തികം ഈ 4 പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ എല്ലാവരും അഭിമുഖീകരിക്കുന്നത്. SMS മെഡിറ്റേഷൻ ഈ 4 പ്രശ്നങ്ങൾക്കുമുള്ള ശാശ്വത പരിഹാരമാണ്. 14 ഡയമെൻഷൻസ് ഉള്ള ഈ പ്രപഞ്ചത്തിൽ വെറും 3ാമത്തെ ഡയമെൻഷനിൽ മാത്രം അനുഭവിച്ച് ജീവിക്കുന്ന നമ്മൾ മനുഷ്യർക്ക് നമ്മുടെ ഈ ഒരു ശരീരം മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഈ കാണുന്ന നമ്മുടെ ശരീരം കൂടാതെ നമുക്കുള്ളിൽ 7 സൂക്ഷ്മ ശരീരങ്ങൾ ഉണ്ട്. ഇതിൽ 5 നമ്മുടെ തന്നെ സൂക്ഷ്മ ശരീരങ്ങളും 6 ഗുരുതത്വവും 7 പ്രപഞ്ച തത്വവുമാണ്. സൂക്ഷ്മ ശരീരത്തിലാണ് പ്രപഞ്ച എനർജി സ്വീകരിക്കുന്നത്. സിം കാർഡ് ഇല്ലാത്ത ഒരു മൊബൈൽ ഫോൺ പോലെയാണ് ഇന്ന് നമ്മൾ. നമ്മുടെ താളം തെറ്റിയ ജീവിത രീതികൾ കൊണ്ട് അല്ലെങ്കിൽ പ്രപഞ്ചവുമായി വളരെയധികം അകന്നു ജീവിക്കുന്നത് കൊണ്ട് നമ്മളിലേക്ക് വന്നു ചേരുന്ന കോംപ്ലിക്കേറ്റഡ് മെമ്മറിയുടെ ഭാഗമായി നമ്മുടെ സൂക്ഷ്മ ശരീരം നമ്മളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് നിലകൊള്ളുന്നത്. തന്മൂലം പ്രപഞ്ചവുമായുള്ള നമ്മുടെ കണക്ഷൻ ഇല്ലാതായി. നമ്മുടെ പ്രാർത്ഥനകൾ ഒന്നും അങ്ങോട്ട് എത്തുന്നില്ല എന്നർത്ഥം. പ്രപഞ്ചം അനുഗ്രഹിക്കണം എന്ന് വിചാരിച്ചാൽ പോലും അത് നമുക്ക് ലഭ്യമാകില്ല. പ്രപഞ്ചവുമായുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടതുകൊണ്ട് സൂക്ഷ്മ ശരീരത്തിൽ സ്വീകരിക്കുന്ന പ്രപഞ്ച എനർജി നമ്മുടെ ഈ ശരീരത്തിലേക്ക് വരികയില്ല. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇതാണ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് SMS മെഡിറ്റേഷൻ പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ് ഇതുവരെയുള്ള വോയിസിൽ നിങ്ങൾ കേട്ടത്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രപഞ്ചം നമ്മളെ അനുഗ്രഹിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാലും നമ്മളുടെ ഓരോരോ പ്രക്രിയ മൂലം എന്ത് പറ്റുന്നില്ല, പ്രപഞ്ചത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, പല അസുഖങ്ങൾക്കും പല വിഷമങ്ങൾക്കും പല പ്രതിസന്ധികൾക്കും നമ്മൾ കാരണമാവുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല എന്നാണ് SMS മെഡിറ്റേഷൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രപഞ്ചം ആണ് ഏറ്റവും വലിയ ദൈവവും എല്ലാം പ്രപഞ്ചമാണെന്നാണ് SMS മെഡിറ്റേഷൻ പറഞ്ഞു വെക്കുന്നത്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, ഈ വോയിസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രപഞ്ചമാണ് ഏറ്റവും വലുത് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. 7 സൂക്ഷ്മ ശരീരങ്ങളിൽ 5 ആക്ടിവേറ്റ് ചെയ്താൽ മറ്റ് ജീവജാലങ്ങളെ പോലെ മനുഷ്യനും പ്രപഞ്ചത്തിൽ നിന്ന് നേരിട്ട് എനർജിയും ഇമ്മ്യൂണിറ്റിയും സ്വീകരിക്കാൻ സാധിക്കും. SMS മെഡിറ്റേഷനിലൂടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി വൈപ്പ് ഔട്ട് ചെയ്ത് സൂക്ഷ്മ ശരീരം ആക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ സ്ഥൂല ശരീരത്തോട് അറ്റാച്ച് ചെയ്ത് നമ്മളെ പ്രപഞ്ചവുമായി യോജിപ്പിക്കുന്നു. അതോടെ നമ്മൾ മനുഷ്യരും പ്രപഞ്ചത്തിൽ നിന്ന് നേരിട്ട് എനർജിയും ഇമ്മ്യൂണിറ്റിയും സ്വീകരിക്കുവാൻ പ്രാപ്തരാകും. ഇതിലൂടെ നമ്മുടെ രോഗങ്ങൾക്കെല്ലാം കാരണമായ ത്രിദോഷങ്ങളെ, അതായത് വാതം, പിത്തം, കഫം ബാലൻസ് ചെയ്ത് എല്ലാവിധ രോഗങ്ങളിൽ നിന്നും മോചനവും ലഭിക്കുന്നു. നമ്മുടെ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ പ്രപഞ്ചം തന്നെ റിപ്പയർ ചെയ്തു തരുന്നത് സ്വന്തം ശരീരത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കും. SMS മെഡിറ്റേഷൻ പ്രകാരം എന്താണ് പ്രപഞ്ചം എന്നുള്ള കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഓക്കെ, പ്രപഞ്ചത്തെ കൊണ്ട്, അതായത് SMS മെഡിറ്റേഷൻ പ്രകാരം അവർ പറയുന്നത്, പ്രപഞ്ചത്തെ കൊണ്ട് നമ്മുടെ അസുഖങ്ങൾ മാറ്റാം, ജാതകം മാറ്റിക്കുറിക്കാം. അങ്ങനെ പല കാര്യങ്ങളും SMS മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ മാത്രം കിട്ടുന്ന ഒരിതാണ്. പ്രപഞ്ചത്തിനെ കൊണ്ട് പല കാര്യങ്ങളും മാറ്റിമറിക്കാം എന്നാണ് അവർ പറയുന്നത്. ആധുനിക ശാസ്ത്രപ്രകാരം എന്താണ് പ്രപഞ്ചം? അതാണ് ഇനി നോക്കുന്നത്. അതായത് പ്രപഞ്ചം അനുദിനം വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം മാത്രമാണ്. ഒരു കേന്ദ്ര ബിന്ദുവിൽ നിന്നും അനുദിനം വളർന്നു കൊണ്ടിരിക്കുന്ന, ബിഗ് ബാങ് തിയറി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു പോയിന്റ്, അത് പോയിന്റ് എന്ന് പറയുന്നത് കാണാൻ കഴിയില്ല, ആ പോയിന്റ് നിന്ന് ഇങ്ങനെ അനുദിനം വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് പ്രപഞ്ചം. ആധുനിക ശാസ്ത്രപ്രകാരം അങ്ങനെയാണ് പറയുന്നത്. ഇനി ഈ പ്രപഞ്ചത്തിൽ നിന്ന് ആധുനിക ശാസ്ത്രപ്രകാരം മനുഷ്യന് നേരിട്ട് ഊർജം സ്വീകരിക്കാൻ കഴിയുമോ? അതായത് ഇവർ പറയുന്നത് പലതരത്തിലുള്ള ധ്യാനങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ മനുഷ്യന് നേരിട്ട് ഊർജങ്ങൾ സ്വീകരിക്കാൻ കഴിയൂ എന്നാണ്. ഈ ഊർജം സ്വീകരിക്കുന്നത് വഴി അസുഖങ്ങൾ മാറ്റാൻ കഴിയും എന്നാണ് അവർ പറയുന്നത്. നമുക്ക് അതൊന്ന് നോക്കാം. ദ്രവ്യവും ഊർജവും കൊണ്ട് നിറഞ്ഞതാണ് പ്രപഞ്ചം. കൂടാതെ പ്രപഞ്ചത്തിൽ ഡാർക്ക് എനർജി എന്ന് പറയുന്ന മറ്റൊരു ഘടകവും ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിച്ചു പോകുന്നു. അതിൻ്റെ കുറച്ച് തെളിവുകളൊക്കെ ശാസ്ത്രജ്ഞർക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പം ഇതൊക്കെയാണ് പ്രപഞ്ചത്തിലുള്ള എനർജി
എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഊർജങ്ങൾ മനുഷ്യന് നേരിട്ട് സ്വീകരിക്കാൻ കഴിയുമോ? ആധുനിക ശാസ്ത്രപ്രകാരം എന്താണ് പറയുന്നത്? ഇതിനെ കൊണ്ട്, ഈ ഊർജങ്ങളെ കൊണ്ട് അസുഖങ്ങൾ മാറ്റാൻ കഴിയുമോ? ആധുനിക ശാസ്ത്രം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അതൊക്കെ നമുക്കൊന്ന് വിശദമായി നോക്കാം. കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ, കൈറ്റോ ഭൗമ ഊർജം, സൗരോർജം എന്നിങ്ങനെയുള്ള ഊർജങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്, ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ന് മനുഷ്യന് നേരിട്ട് പ്രപഞ്ചത്തിൽ നിന്ന് സ്വീകരിക്കാവുന്നതാണ്. ഈ ഊർജ സ്രോതസ്സുകൾ ജനങ്ങളുടെ ആപേക്ഷികമായ ആവശ്യങ്ങൾക്കായി ഇന്ന് ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ട്. ഭാവിയിൽ കൂടുതൽ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതോടുകൂടി മറ്റ് ഊർജ സ്രോതസ്സുകളും ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ശാസ്ത്രജ്ഞർ ഇന്ന് അതിൻ്റെ പരിശ്രമത്തിലാണ്. ഇനി പ്രപഞ്ചത്തിലെ ഊർജങ്ങൾ കൊണ്ട് അസുഖങ്ങൾ മാറുമോ എന്നതാണ് അടുത്ത ചോദ്യം. SMS മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ഊർജം സ്വീകരിക്കുന്നത് വഴി അസുഖങ്ങൾ മാറും എന്നാണ് പറഞ്ഞത്. ആധുനിക സയൻസ് പ്രകാരം പ്രപഞ്ചത്തിലെ ഊർജങ്ങൾ കൊണ്ട് അസുഖം മാറുമോ? അതായത് ഇവ പ്രത്യേകം എന്തെങ്കിലും മെഡിറ്റേഷൻ ചെയ്ത് സ്വീകരിച്ചതിന് ശേഷം അസുഖം മാറണോ, അല്ല സ്വാഭാവികമായി മാറുന്ന അസുഖങ്ങൾ ഉണ്ടോ എന്നൊക്കെയാണ് ചോദ്യം. ഓക്കെ, അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ശാസ്ത്രം പറയുന്നത് പ്രപഞ്ചത്തിലെ ഊർജങ്ങൾ, പ്രത്യേകിച്ച് സൗരോർജം ചില അസുഖങ്ങൾക്ക് പ്രയോജനപ്പെടാം എന്നാണ്. സൂര്യപ്രകാശത്തിലെ വിറ്റാമിൻ ഡി, ത്വക്കിൽ സൂര്യപ്രകാശം പതിച്ചു കഴിഞ്ഞാൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അസ്ഥി, ദന്തങ്ങൾ, പ്രതിരോധശേഷി എന്നിവയ്ക്ക് പ്രയോജനപ്പെടുകയും ചെയ്യുന്നു. വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുവാൻ വേണ്ടി നിങ്ങൾ ഒരു മെഡിറ്റേഷനും ചെയ്യേണ്ട ആവശ്യമില്ല. പുലർക്കാല സൂര്യൻ, അതായത് ഉദിച്ചു വരുന്ന സൂര്യൻ്റെ സമയത്ത് സൂര്യപ്രകാശം, അല്ലെങ്കിൽ സന്ധ്യാസമയം, അതായത് അസ്തമിക്കുന്ന സമയത്തുള്ള സൂര്യപ്രകാശം ഏറ്റാലും മതി. ഓക്കെ, അതിന് യാതൊരുവിധ മെഡിറ്റേഷനും ചെയ്യേണ്ട ആവശ്യമില്ല. സൂര്യപ്രകാശം മെലാറ്റോണിൻ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനം നിയന്ത്രിച്ച് മാനസിക ആരോഗ്യം പ്രദാനം ചെയ്യുന്നു. പ്രധാനമായും ഡിപ്രഷൻ തുടങ്ങിയ അസുഖങ്ങളിൽ സൂര്യപ്രകാശം നല്ല ഗുണം ചെയ്യാറുണ്ട്. ഇതിന് യാതൊരുവിധ മെഡിറ്റേഷൻ്റെയും ആവശ്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുലർക്കാലെയുള്ള സൂര്യപ്രകാശം ഏറ്റാൽ മാത്രം മതി. മെഡിറ്റേഷൻ ഒന്നും ചെയ്യാതെ തന്നെ ശരീരം സ്വീകരിച്ച് ഈ പറഞ്ഞ പ്രക്രിയ നടന്നു പോകും. സോറിയാസിസ്, ഇക്സിമ തുടങ്ങിയ ചർമ്മരോഗങ്ങൾക്ക് സൂര്യപ്രകാശം സഹായകരമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ സൗരോർജം ഉപയോഗിച്ചുള്ള ലേസർ ചികിത്സ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, പബ്ലിസിറ്റി ആർജിച്ചതുമാണ്. ഇതിനൊന്നും എന്തു വേണ്ട, SMS മെഡിറ്റേഷനോ ഒരു മെഡിറ്റേഷൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നടത്താവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഏത് ചികിത്സയായാലും വിദഗ്ധ ഡോക്ടറുടെ അഭിപ്രായം തേടുന്നത് ഉചിതമായിരിക്കും. അതുകൊണ്ട് തന്നെ അത് നടത്താൻ ശ്രമിക്കുക. സൺ മെഡിറ്റേഷൻ. രാവിലെ സൂര്യ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കോംപ്ലിക്കേറ്റഡ് മെമ്മറി ഇല്ലാതാകുന്നു. കോംപ്ലിക്കേറ്റഡ് മെമ്മറി ശരീരത്തിൽ നിന്നും ഇല്ലാതാകുന്നതോടെ നമ്മുടെ 5 സൂക്ഷ്മ ശരീരങ്ങളും ആക്ടിവേറ്റ് ആയി നമ്മളോട് അറ്റാച്ച്ഡ് ആവും. ചിന്തകളില്ലാതെ ബോധമനസ്സ് ശാന്തമാകുന്നു. അതോടെ ഇന്നലെകളുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകളില്ലാതെ, നാളെയെപ്പറ്റി വ്യാകുലപ്പെടാതെ, ചിന്തകളൊന്നുമില്ലാതെ ഈ നിമിഷം ആസ്വദിച്ച് ജീവിക്കാൻ സാധിക്കുന്നു. കൂടാതെ സൂര്യനിൽ നിന്ന് നേരിട്ട് എനർജി സ്വീകരിക്കാൻ സാധിക്കും. അതോടെ നമുക്ക് ഇപ്പോൾ കഴിക്കുന്നതിന്റെ 1/3 ഭക്ഷണം മതി എന്ന അവസ്ഥയിലെത്തും. കാര്യമായ ലോജിക്കോ ഒന്നുമില്ലാതെയാണ് സംസാരിക്കുന്നത്. ചെറുതായിട്ടെങ്കിലും കുറച്ച് ലോജിക്ക് വേണ്ടേ? ഓക്കെ, ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ കേട്ടത്. അതായത് പുലർകാല വേളയിലുള്ള സൂര്യപ്രകാശം ഏറ്റുകഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് ആധുനിക ശാസ്ത്രം ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. അത് തന്നെ കുറേ മെഡിറ്റേഷൻ എന്നുള്ള രീതിയിൽ കുറേ ഇങ്ങനെ അങ്ങനെ ഇരുന്നതിനെ കൊണ്ട് അത് സംഭവിക്കാതിരിക്കുന്നത് സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിക്കുന്നുണ്ടല്ലോ. പിന്നെ അത് സൺ മെഡിറ്റേഷൻ അങ്ങനെ ഇങ്ങനെ തന്നെ ഇരിക്കണം എന്നൊന്നുമില്ലല്ലോ, അല്ലാണ്ട് തന്നെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇതിലെ പോട്ടെ, രാവിലെ എണീറ്റ് സൺ മെഡിറ്റേഷൻ ചെയ്താൽ ക്യാൻസർ മാറും,
മറ്റേ ഇത് മാറുന്നൊക്കെ പറയുന്നതാണെങ്കിൽ ഓക്കെ, ഒന്ന് പരീക്ഷ നോക്കാമെന്ന് വിചാരിക്കാം. ഇതൊന്നുമില്ലല്ലോ. മാനസിക ആരോഗ്യം കിട്ടുന്നാ പറഞ്ഞത്. സൺ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാനസിക ആരോഗ്യം കിട്ടും. അത് ഞാൻ ഓൾറെഡി ശാസ്ത്രം തെളിയിച്ച കാര്യം പറഞ്ഞല്ലോ. മാനസികാരോഗ്യം കിട്ടുന്നത് മെലാറ്റോണിൻ നിന്ന ഹോർമോണിനെ സൂര്യപ്രകാശം നിയന്ത്രിച്ച് ഡിപ്രഷൻ എന്നുള്ള അവസ്ഥയിൽ നല്ല രക്ഷിച്ചെടുക്കുന്നുള്ളത് ഓൾറെഡി ശാസ്ത്രം തെളിയിച്ച കാര്യമാണ്. അതിന് സൺ മെഡിറ്റേഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അതവിടെ പൊളിഞ്ഞു. ഇനി അടുത്തത് നോക്കാം. മൂൺ മെഡിറ്റേഷൻ. രാത്രി ചന്ദ്ര മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇമ്മ്യൂണിറ്റി ലഭിക്കുന്നു. എല്ലാവിധ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കുന്നു. ഡയബറ്റീസ്, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ക്യാൻസർ, ഇതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്നത്. ഇതൊക്കെ ചന്ദ്രനെ കണ്ടാൽ മാറുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനക്കൊന്നും പറയാനില്ല മക്കളെ. പിന്നെ ചന്ദ്രനെ കണ്ടിട്ട് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ മാറുന്ന അവർ പറഞ്ഞത്. ഇത് തെളിയിക്കേണ്ട ആവശ്യമാണ്. നിങ്ങളെ അതോറിറ്റീനെ ബന്ധപ്പെട്ടിട്ട് ഈ കാര്യങ്ങൾ തെളിയിക്കാൻ വേണ്ടി പറയാം. അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഈ ലോജിക്കില്ലാതെ സംസാരിക്കുന്നവരോട് എനിക്ക് തീരെ താല്പര്യമില്ലാത്തതാണ്. എന്നാലും പറയാൻ, ക്യാൻസർ മാറും പോലും മൂൺ മെഡിറ്റേഷൻ ചെയ്തിട്ട് ഏതെങ്കിലും ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ക്യാൻസർ മാറിയ ഈ മൂൺ മെഡിറ്റേഷൻ ചെയ്തിട്ട് ആരെങ്കിലും ഒരാളെ തെളിയിക്കണേ, ശാസ്ത്രീയമായിട്ട് തെളിയിക്കണം. ക്യാൻസർ ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്നും ഇയാൾക്ക് പോയി മൂൺ മെഡിറ്റേഷൻ ചെയ്തിട്ടാണ്, അല്ലാണ്ട് ഒരു മരുന്നും ഇയാൾ കഴിച്ചിട്ടില്ല എന്നുള്ളത് തെളിയിക്കണം. ക്യാൻസറിന് ആധുനിക ശാസ്ത്രം ഇതുവരെ ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല. ആസ്മക്കും ശ്വാസസംബന്ധമായ രോഗങ്ങൾക്കും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കെല്ലാം ഹൃദയമാറ്റ ശസ്ത്രക്രിയയോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം രക്ഷപ്പെട്ടു എന്ന് വരാം. പക്ഷെ ഈ മൂൺ മെഡിറ്റേഷൻ ചെയ്തിട്ട് ക്യാൻസർ മാറുന്നൊക്കെ ആണ് വാദങ്ങൾ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ. എത്രമാത്രം ഇതിൽ സത്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അതെല്ലാം പൊളിഞ്ഞു, ആ സംഭവം എല്ലാം പൊളിഞ്ഞു. മൂൺ മെഡിറ്റേഷനും പൊളിഞ്ഞു. ഇനി അടുത്തത് നോക്കാം. സ്റ്റാർ മെഡിറ്റേഷൻ. രാത്രി നക്ഷത്ര മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ദശാസന്ധിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ജാതകം മാറ്റിക്കുറിക്കുന്നു. സ്റ്റാർ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ ജാതകം മാറ്റിക്കുറിക്കുന്ന പറഞ്ഞേ. ഇവിടെ ഇന്ത്യയിൽ ഈ മതത്തിനെ കുറച്ച് കുറ്റം പറയുന്നതല്ല. അധിക പേരും ഹിന്ദുക്കളിൽ അധിക പേരും ജാതകം നോക്കിയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. കോടതിയിലുള്ള ഒരു തെളിവ് എടുത്ത് നോക്കി, കോടതിയിൽ ജസ്റ്റ് കുടുംബ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഈ ജാതകം നോക്കിയിട്ട് കല്യാണം കഴിച്ചതിൽ 100-ൽ ഏകദേശം 75% പേരും കുടുംബ കോടതിയിൽ കയറി ഇറങ്ങുക. കോടതി മാത്രം എടുത്ത് നോക്കിയാൽ മതി, കൂടുതലൊന്നും നോക്കണ്ട. ഇനി ഇത് ഈ ജാതകം മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഈ ജാതകം മാറിയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നിന്നേ? അതുമ്പോ ഞാൻ ഇത് നോക്കാം. ഈ ജാതകം തന്നെ ഒരു പ്രശ്നമാണ്. ജാതകം നോക്കി കല്യാണം കഴിച്ചവരാണ് എന്ത് ചെയ്യുന്നത്, ഈ കുടുംബ കോടതിയിൽ കയറി ഇറങ്ങുന്നത്. അതും കൂടി ഒന്ന് തെളിയിച്ച് തന്നാട്ടെ. എന്തിനാണ് ഇങ്ങനെ ലോജിക്കില്ലാത്ത കുറേ കാര്യങ്ങളും പറഞ്ഞിട്ട് വരുന്നേ? ആരൊക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടേ? ഒന്നുമില്ല അതിൻ്റെ അകത്ത്. അതും പൊളിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഇനി എന്നാ ഇവർ പറയുന്നെന്നുള്ളത് നോക്കാം. നിത്യജീവിതത്തിൽ SMS മെഡിറ്റേഷൻ എങ്ങനെയാണ് നമ്മെ സഹായിക്കുന്നത്? SMS മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം വർദ്ധിക്കുന്നു. അതോടെ നമ്മുടെ ചിന്താഗതികൾ മാറുന്നു. ഒരു ഗുരുതത്വത്തിലൂടെ മാത്രമേ സാധാരണക്കാരായ നമുക്ക് പ്രപഞ്ച തത്വത്തിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കൂ. ഗുരുതത്വത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് SMS മെഡിറ്റേഷൻ ഒരു ജീവിതചര്യയാക്കി മുന്നോട്ട് പോകുമ്പോൾ പ്രപഞ്ചവുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ സാധിക്കുന്നു. പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനോടും സ്നേഹവും ആദരവും അനുകമ്പയും ഒക്കെ ഉണ്ടാകും. ക്ഷമയും ത്യാഗവും നന്ദിയും പശ്ചാത്താപവും ജീവിതത്തിന്റെ ഭാഗമാകും. അനാവശ്യമായ പ്രതികരിക്കൽ, ആവേശം, രക്തത്തിളപ്പ്, വിദ്വേഷം, പക, അസൂയ, നുണപറയൽ, ശാപവാക്കുകൾ, ശൃംഗാരം, മത്സരബുദ്ധി, വ്യഭിചാരം, ലഹരി പദാർത്ഥങ്ങളോടുള്ള ആവേശം, ക്രോധം, കാമം തുടങ്ങി നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നതും നമ്മളെ നശിപ്പിക്കുന്നതുമായ വാസനകൾ പതിയെ പതിയെ ഇല്ലാതാവും. സത്യവും ധർമ്മവും മനസ്സിലാക്കി ജീവിക്കാൻ പ്രാപ്തരാകുന്നു. വ്യക്തികളിലെ മാറ്റം കുടുംബത്തിൽ മാറ്റമുണ്ടാക്കുന്നു. ദാമ്പത്യ ജീവിതവും കുടുംബ ബന്ധങ്ങളും ശക്തിപ്പെടും. ജന്മജന്മാന്തരങ്ങളായുള്ള നമ്മുടെ കർമ്മഫലങ്ങൾ എരിയിച്ചു കളയാൻ ഈ പ്രപഞ്ചത്തിൽ സൂര്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. കാർമിക് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതനുസരിച്ച് മനസ്സമാധാനവും സന്തോഷവും ശാന്തതയും ജീവിതത്തിലേക്ക് വന്നു ചേരും. ഒന്ന് ചോദിക്കട്ടെ, മഴക്കാറ് കൊണ്ട് വെളിച്ചം പോയി, അതുകൊണ്ടാണ് ലൈറ്റ് ഇട്ടത്, അതുകൊണ്ടാണ് ഈ സ്ക്രീനിൻ്റെ ഇത് മാറിയത്. ഞാൻ ചോദിക്കട്ടെ, ഈ SMS മെഡിറ്റേഷൻ ചെയ്യാണ്ട് തന്നെ എത്രയോ കുടുംബങ്ങൾ സ്വസ്ഥമായിട്ടും സമാധാനത്തോടെയും
സന്തോഷത്തോടെയും ജീവിക്കുന്നുണ്ട്. നിങ്ങളെ ചുറ്റുപാടഞ്ഞ് എടുത്തു നോക്കിയാൽ മതി. ഇറച്ചിയോ മത്സ്യമോ ഒന്നും കഴിക്കാത്ത ആളുകളുണ്ടാവും, എല്ലാം കഴിക്കുന്ന ആളുകളുണ്ടാവും. ഇവരൊക്കെ സമാധാനവും സന്തോഷത്തോടെയും ജീവിക്കുന്നില്ലേ? എത്ര പേരുണ്ട് ജീവിക്കുന്നത്? ഇപ്പം എല്ലാവർക്കും എന്തുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതുകൊണ്ട് SMS മെഡിറ്റേഷൻ എല്ലാവരും ചെയ്യണം, എന്നാൽ എല്ലാവർക്കും ജീവിക്കാന്നുള്ളതാണ് അടുത്ത ഉത്തരം. അപ്പൊ ഞാനെന്ന് പറയട്ടെ, ഇത് എല്ലാവർക്കും എല്ലാവരെ പോലെയും ജീവിക്കാൻ കഴിയില്ല. ചില ആളുകൾക്ക് സുഖവും സന്തോഷവും സമാധാനത്തോടെയും ജീവിക്കാൻ പറ്റും, ചില ആളുകൾക്ക് അത് പറ്റൂല. കാരണം എന്ത്? അവരുടേതായ ചില ഈഗോ പ്രശ്നങ്ങളാണ്. അതിനവർ തന്നെ ചിന്തിച്ചാൽ മാത്രമേ ഇത് പറ്റൂലൂ. അല്ലാതെ മെഡിറ്റേഷൻ ചെയ്തതുകൊണ്ട് ഇതൊക്കെ നേരെയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ മണ്ടത്തരം തന്നെയാണ്. അല്ലാതെ ആർക്കും പറയാൻ പറ്റില്ല, ശുദ്ധ മണ്ടത്തരാണ്. ഒരു കള്ളു കുടിക്കുന്ന ഒരു വ്യക്തി, ഒരു കുടുംബത്തിൽ ആ ഗൃഹനാഥൻ കള്ളു കുടിച്ചു വരുന്ന ഒരാളാണ്. ഈ കള്ളുകൂടി നിർത്തണമെങ്കിൽ അയാളുടെ മനസ്സിൽ തന്നെ തോന്നണം. അല്ലാതെ ഒരു മരുന്നിനോ മന്ത്രത്തിനോ ധ്യാനത്തിനോ അയാളുടെ കള്ളുകൂടി നിർത്താൻ പറ്റില്ല. അയാൾ തന്നെ തോന്നിയിട്ട് കുറച്ച് കൊണ്ടുവന്നിട്ട് നിർത്തിയിട്ട് കള്ളുകൂടി പൂർണ്ണമായും നിർത്താൻ പറ്റൂ. അല്ലാതെ ഒറ്റയടിക്ക് നാളെ മുതൽ ഞാൻ കുടിക്കൂല എന്ന് പല ആളും പറയുന്നത് കേൾക്കാം. ഞാൻ 2024 വരുവാണ്, ഞാൻ കള്ളു കുടിക്കൂല. അത് എന്നിട്ട് എന്താ കാര്യം? കുടിക്കൂലേ? കുടിക്കും. പക്ഷെ എന്താണ്, കുറച്ച് കൊണ്ടുവന്നാൽ മാത്രം, അതായത് ഒരു ഫുൾ അടിക്കുന്ന ഒരുത്തനാന്ന് വിചാരിക്കും. എനിക്കറിയില്ല, ഞാൻ കുടിക്കുന്ന വ്യക്തിയല്ല, അതുകൊണ്ടാണ് ഫുള്ള് എന്നെല്ലാം പറയുന്നത്. ഫുള്ള് എന്നുള്ള വേർഡെല്ലാം മാത്രമേ എനിക്കറിയില്ലൂ. ഒരു ഫുൾ അടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ക്വാർട്ടറിലേക്ക് കൊണ്ടുവരിക, പിന്നെ ഹാഫിലേക്ക് കൊണ്ടുവരിക, പിന്നെ ക്വാർട്ടറിലേക്ക് കൊണ്ടുവരിക, അത് പെഗിലേക്ക് കൊണ്ടുവരിക, എന്നിട്ടേ നിർത്താൻ പറ്റൂ. അല്ലാതെ ഒരിക്കലും നിർത്താൻ പറ്റൂല. അപ്പൊ ആ കുടുംബത്തിൽ ഈ കള്ളുകൂടി നിന്നാൽ ആ കുടുംബത്തിൽ സമാധാനം വരും. അല്ലാതെ ഇയാൾ പോയിട്ട് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാലോ ധ്യാനം ചെയ്താലോ ഇയാളെ കള്ളുകൂടി നിർത്തുമോ? ഇല്ല, നിൽക്കൂല, ഒരു കാലത്തും നിൽക്കൂല. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് 1-2 എൻ്റെ പരിചയക്കാര് കള്ളുകൂടി നിർത്തിയത് മറ്റേ ഈ ധ്യാനം കൂടിയിട്ട് ക്രിസ്ത്യൻസിന്റെ ഇത് പ്രകാരം. പക്ഷെ അത് അവർ ദൈവഭക്തിയിൽ ചെയ്യുന്നതാണ്, ദൈവത്തിനോടുള്ള ഭക്തി, സ്നേഹം, അവർക്ക് ദൈവത്തിന് കൊടുത്ത വാക്കിനാൽ ചെയ്യുന്ന സംഭവങ്ങളാണ്. അത് പിന്നെ ദൈവത്തിനോടുള്ള ഭക്തി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ഒരാളെ തൊട്ട് സത്യം ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അയാൾ പിന്നെ ചെയ്യാൻ ശ്രമിക്കൂല. കാരണം അത് ദൈവത്തോട് കാണിക്കുന്ന നിന്ദയായി പോകും. അതുകൊണ്ട് ചെയ്യാണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലാതെ ഈ ധ്യാനം കൂടിയതിനെ കൊണ്ടോ ഇത് ചെയ്തതിനെ കൊണ്ടോ ഒരു കാലത്തും നന്നാവില്ല മക്കളെ. ഇങ്ങനെയുള്ള കുടുംബമൊന്നും എന്ത് ചെയ്യില്ല, നല്ല രീതിയിലേക്ക് വരൂല. അത് അവർ തന്നെ വിചാരിക്കണം. അപ്പോൾ ഇതെല്ലാം പൊളിഞ്ഞ കേസുകളാണ്. ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ SMS മെഡിറ്റേഷൻ എന്ന് പറയുന്ന സാധനങ്ങൾ. ഞാൻ SMS മെഡിറ്റേഷനെ കുറിച്ചിട്ട് അതിൻ്റെ തെളിവ് സഹിതം എന്താണ് SMS മെഡിറ്റേഷൻ, എങ്ങനെയാണ് SMS മെഡിറ്റേഷൻ എന്നൊക്കെ കൃത്യമായിട്ട് വീഡിയോകൾ ചെയ്തതാണ്. അതൊന്നും പോരായിട്ട് പല ചോദ്യങ്ങൾ നിങ്ങൾ ആദ്യം ഇതിനെ കുറിച്ചിട്ട് മനസ്സിലാക്ക്, എന്നിട്ട് പറ. അതുകൊണ്ടാണ് ഇവരുടെ തന്നെ വാക്കുകൾ മുൻനിർത്തിയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. ഇവരുടെ തന്നെ വാക്കുകൾ, ഇവർ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ സംസാരിച്ചത് അത് ഇതുകൊണ്ടാണ്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ പിന്നെ നിങ്ങളെ കൊണ്ട് മനസ്സിലാക്കിക്കാൻ ആർക്കും കഴിയില്ല. മനസ്സിലായില്ലേ? അത്രയും പൊട്ടന്മാരാണ് നിങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതൊന്നും എനിക്ക് ആരും കുറ്റമൊന്നും പറയാൻ കഴിയില്ല. അത് നിങ്ങളേതായ പ്രശ്നങ്ങളാണ്, എൻ്റെ പ്രശ്നമല്ല. ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളേതായ പ്രശ്നങ്ങളാണ്, അതെൻ്റെ പ്രശ്നമല്ല. ഇത് മനസ്സിലായവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് കാര്യം എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇതിനെ കൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ എന്താ ഇടക്കിടയ്ക്ക് മനസ്സിലായോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ചെറുപ്പകാലം തൊട്ട് മാഷന്മാർ വരെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, മനസ്സിലായോ എന്ന്. ഈ മനസ്സുണ്ടായിട്ട് ചോദിക്കുന്നൊന്നല്ല, മനസ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ട് ചോദിക്കുന്നൊന്നല്ല, അത് ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് മനസ്സിലായോ ഹൃദയസ്ഥമാക്കിയോ എന്ന് ചോദിക്കുന്നത് മാഷന്മാർ തൊട്ട് അങ്ങോട്ടേക്ക് തന്നെ ഒരു ശൈലിയാണ്. മനസ്സിലായില്ലേ? അതൊരു ശൈലിയാണ് മനസ്സിലായോ എന്ന് ചോദിക്കുന്നത്, അല്ലാതെ അതൊരു കുറ്റമൊന്നല്ല. ഇടക്കിടക്ക് കമന്റിൽ കാണാം, മനസ്സിലായോ നീ എന്തിനാടാ ചോദിക്കുന്നതെന്ന്, നീ ആടാ പൊട്ടൻ, അത് ചോദിക്കുന്ന നീ ആവട്ടെ. എന്താ ചെറുപ്പകാലം മുതൽ നമ്മൾ കേട്ട് ശീലമുള്ള ഒരു സാധനമാണ് മനസ്സിലായോ, മനസ്സിലാക്കിയോ, എടാ മനസ്സിലാക്കി പഠിച്ചിനോ എന്നെല്ലാം ചോദിക്കുന്നത്. അതൊരു ശൈലിയാണ്, അല്ലാതെ അത് മനസ്സുണ്ടായത് കൊണ്ടല്ല. മനസ്സെന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല, അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതൊരു ശൈലിയാണ്. ഓക്കെ, ഇത്രയും ഇതിനെക്കുറിച്ചെല്ലാം പറയാനുള്ളൂ. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന് ഭ്രാന്താവും. അതുകൊണ്ട് തലക്ക് ഭ്രാന്താവുന്നതിന് മുമ്പിൽ ഞാൻ വീഡിയോ നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.